നേഴ്സറി പിള്ളേർ തല്ലു കൂട്ടുന്ന പോലെയാണ്. ഞാൻ ഈ ബോക്സിങ്ങിലൊക്കെ ഞാനൊരു വൺ ഡേ ക്യാമ്പിന് പോയിട്ടുള്ളതാണ്. ഈ ക്യാമ്പിന് പോയിട്ടുണ്ട്, കോഴിക്കോടായിരുന്നു. അപ്പം ഒരുപാട് വേദന എടുത്തു. അത് മെയിനായിട്ട് പറഞ്ഞാൽ യാത്രകളൊക്കെ പോയി. അപ്പോൾ അവിടെ പോയപ്പോഴും ഞാൻ ഈ ബോക്സിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു, കിക്ക് ബോക്സിങ് കാരണം. അപ്പോൾ ഈ എം എം എ ബോക്സിങ് ഒന്നാണ് ഇതാണല്ലോ മെയിനായിട്ട്. ബോക്സിങ്ങിൽ ഇതേ മൂവ്മെൻറ്റാണ് എം എം എയിലും കാണിക്കുന്നത്. മെയിനായിട്ട് മിക്സഡ് മാർഷൽ ആർട്സ് ആണെങ്കിൽ പോലും ബോക്സിങ്ങിൻ്റെ ഇതാണ് മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ കാണിക്കുന്ന ഫൈറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഒരു ഫൈറ്റിൽ എന്തിനാണെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കളരി ആയിക്കോട്ടെ, കരോട്ടെ ആയിക്കോട്ടെ, ഏത് രീതിയിലായിക്കോട്ടെ. ഇപ്പോൾ കളരിക്ക് ഞാൻ പോകുന്നുണ്ട്. ഞായറാഴ്ച ഇന്ന് പോയിട്ട് വന്നപ്പോൾ കളരിയിൽ ഒരു പ്രധാന കാര്യം പറഞ്ഞു, ആശാൻ പ്രധാന കാര്യം പറഞ്ഞു, നമ്മളെപ്പോഴും കളരി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പരിചയമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വാളൊക്കെ എടുത്ത് നിലത്ത് ചുമ്മാ ഉരയ്ക്കുകയാണ്. അതുപോലെ തന്നെ പരിചയം കറക്റ്റായിട്ട് വയ്ക്കുന്നില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പരിചയമാണ്. പരിചയം ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് വിട്ട് തടുക്കാൻ. അതുപോലെ തന്നെയാണ് ഈ ബോക്സിങ്ങിലും എപ്പോഴും ഒരു ഗാർഡ് പരിചയമായിട്ട് വയ്ക്കുക. എപ്പോഴും ഈ ചിഹ്നം ഇവിടെ കാണണം. ഒരു ബോക്സിങ് പഠിക്കുന്നവർക്കറിയാം, പഞ്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് ആ ഫസ്റ്റ് ഇടിയിൽ തന്നെ മണവാളം അടിക്കാൻ പറ്റും. പുള്ളി പഞ്ച് ശരിക്കും വെക്കണില്ല, അതൊരു രീതി വേണ്ട. പുള്ളി ഇങ്ങനെ കൈ ഇങ്ങനെ നാത്തുന്നുണ്ട്, അതൊന്ന്. പിന്നെ നമ്മൾ ഈ സിനിമയെ കാണുന്ന ബോക്സിങ് പോലെയല്ല, അതിന് ഒരു പഞ്ചിങ്ങിനൊക്കെയാണ് പോയിന്റ്. അത് പഠിക്കുന്നവരുള്ള അറിയാവുന്ന കാര്യമാണ്. പഠിക്കുന്നവരുണ്ടെങ്കിൽ അറിയാം. അതൊരു പഞ്ചിങ്ങിനാണ്. ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ ഉണ്ട്, പിന്നെ വെയിറ്റ് കാറ്റഗറി ഒക്കെ ഉണ്ട്. ഇതൊക്കെ എല്ലാം തെറ്റിച്ചിട്ടാണ് ഈ ബോക്സിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് തന്നെ മറ്റേ പുള്ളി മണവാളിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഫൈറ്റർ അല്ല എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. പുള്ളി പേടിച്ച് പറിച്ച് ഈ രീതിക്കൊക്കെയാണ്. ഒരു പ്രൊഫഷണൽ ഫൈറ്റർ എപ്പോഴും ഐ കോണ്ടാക്റ്റ് ഉണ്ടാവും. പിന്നെ അതിനൊരു മൂവ്മെൻറ്റ്, ഡാൻസിങ് മൂവ്മെൻറ്റ് ഉണ്ട് ബോക്സിങ്ങിനൊക്കെ. നാളെ തന്നെ ആണെങ്കിൽ ഓക്കെ, ചുമ്മാ ഒരു രീതിയില്ല, അവന് മൂവ്മെൻറ്റും ഇല്ല, ഒരു വരിയില്ല. പക്ഷേ ബോക്സിങ് ആകുമ്പോൾ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ബോക്സിങ്ങിനൊക്കെയാണ് ഒരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതുപോലും ചെയ്യണില്ല. മണവാളിലൊക്കെ കിടന്നിട്ട് എന്തോ രീതിയിൽ കാണിക്കുന്നവരെയൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇങ്ങനത്തെ രീതിയിലൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. ഇത് കണ്ടിട്ടാണ് പുള്ളി കിടന്ന് വായത്താളം അടിച്ചത് തന്നെ, ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഞാൻ എം എം എ ചെയ്യും. അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളിക്കുണ്ടായ കൊല്ലാപ്പാണ്. എന്നിട്ട് ഇപ്പോൾ പുതിയൊരു ഫൈറ്റ് എടുത്തേക്കുക, അത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുക. അപ്പോൾ മുനീർ എന്ന് പറഞ്ഞ ഒരു ഫൈറ്റർ ഉണ്ടായിരുന്നു, അതിൻ്റെ 3 ആൾക്കാരെ വെച്ചിട്ട് ഞാൻ ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞു. അവരിൽ ഒരാളെ എടുത്തോളാൻ പറഞ്ഞു. അതൊന്നും മണവാളൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് പുള്ളി കാരണം പറഞ്ഞാൽ ഈ കളരിപ്പയറ്റ് ബോക്സിങ് അതിനോട് ആയുധങ്ങളുടെ ബഹുമാനമുണ്ട്. പക്ഷേ ആയുധങ്ങളെ എപ്പോഴും ഉപദ്രവിക്കാനുള്ളതല്ല. പക്ഷെ അതിൻ്റേതായിട്ട് കാണിക്കുമ്പോൾ തന്നെ അതിനോടൊരു റെസ്പെക്റ്റ് വേണം, അതിൻ്റേതായിട്ട് രീതിയുണ്ട്. ഈ കാണിക്കുന്നതൊക്കെ കോമാളിത്തരം എന്നാണ്, ആ കലയെ നശിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്തരം കലകളെ ഇങ്ങനെ നശിപ്പിക്കുന്ന ആ വ്യക്തികളെ ഒന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക.